ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉണ്ടാക്കുന്ന പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഒരുപാട് റെസിപ്പീസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള എൻ്റേതായ രീതിയിലുള്ളൊരു ടൈപ്പാണ് കാണിക്കുന്നത്. ഇതിന് ഓവനോ ബീറ്ററോ അളവ് കപ്പുകളോ ഒന്നിൻ്റെയും ആവശ്യമില്ല. വീട്ടിലുള്ള സാധനങ്ങൾ മതി. അര ഗ്ലാസ്സിനേക്കാളും കുറച്ച് കുറവ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കരിയിച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യുക. ഇതും അടുപ്പത്ത് വെച്ച് എങ്ങോട്ടും പോകരുത്, അടുത്ത് തന്നെ നിൽക്കുക. അപ്പോൾ സൈഡിൽ നിന്ന് കരിഞ്ഞ് വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ലിക്വിഡായിട്ട് വരും. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഒന്നും കൂടെ ഒന്ന് ഡാർക്ക് കളർ ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ്, അതായത് 1/4 ഗ്ലാസ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നല്ലൊരു വെള്ളം പോലെയല്ലേ ഉള്ളത്, ഒന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതായിട്ടുണ്ട്, ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചൂട് മാറട്ടെ. ഇനി നമുക്ക് പഞ്ചസാര എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ നിറയെ മൈദ ഇട്ട് കൊടുക്കുക. ഇനി ഇതുപോലത്തെ ഒരു ചെറിയ സ്പൂൺ എടുക്കുക. ഇതിൽ നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. ഇനി വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അതൊരു 1/4 ടീസ്പൂൺ മതിയാകും. ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് കുറേ നേരം ഇതുപോലെ നല്ലോണം ഇളക്കി ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും മൈദയും എല്ലാം കൂടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒന്ന് അരിച്ചെടുത്താലും മതിയാകും. ഇനി മിക്സിയുടെ ജാറിലേക്ക് അതേ ഗ്ലാസ് തന്നെ 1/4 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമുക്ക് കുറച്ച് ഗരം മസാല വേണം. 3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്കായ, ഇനി ജാതിക്ക തോട് പൊട്ടിച്ച് ഒരു ചെറിയ പീസ് ഇട്ട് കൊടുക്കുക. ഇത് ചെറിയൊരു കഷ്ണം ചുക്കാണ്, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ച് മാറ്റി വെക്കുക. ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. ഇനി ഇതിന് ഫോർക്ക് അല്ലെങ്കിൽ സ്പൂണ് ഏത് ആണെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്ന പോലെ മുട്ട അങ്ങ് ഫ്ലഫി ആയിട്ട് വരുമൊന്നും വേണ്ട, ഇത്ര മതി. ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി, നമ്മൾ ഓംലെറ്റിനൊക്കെ ചെയ്യുന്ന പോലെ. ഇനി അതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്നും കൂടെ എല്ലാം കൂടെ മിക്സാക്കി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. ഇനി സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുക. ഓയിലും എഗ്ഗും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. വാനില എസൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം മുട്ടയുടെ മണം വരുന്നതിനാണല്ലോ നമ്മൾ ഈ എസൻസ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്കായ, ജാതിക്ക, ചുക്ക് ഇവയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് അതിനൊക്കെ നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ മുട്ടയുടെ മണം ഒരിക്കലും വരില്ല. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രം കുറച്ചൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈദ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മെല്ലെ സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിക്കുക. മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒന്നായിട്ട് ഒറ്റയടിക്ക് ഇട്ട് കൊടുത്താൽ കട്ട കെട്ടിപ്പോവും. കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കുക. സാധാരണ നമ്മൾ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്ന അത്രയൊന്നും ബുദ്ധിമുട്ടില്ല ഈ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ ബേക്കിംഗ് ടൂൾസിൻ്റെയും ആവശ്യമൊന്നുമില്ല. നമുക്ക് സാധാരണ ഒരു ഗ്ലാസും സ്പൂണും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ നേരത്തെ തണുക്കാൻ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, കാരമൽ സിറപ്പ്, അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് വേണ്ടത്. ഇത് ശരിക്കും സോക്ക് ചെയ്തിട്ടൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഞാൻ സോക്ക് ചെയ്തിട്ടും അല്ലാതെയും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കി, പക്ഷേ ഒരു ടേസ്റ്റ് മാറ്റമൊന്നും തോന്നിയിട്ടില്ല. ഇതും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് മൈദ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് നേരെ അങ്ങ് ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്താൽ എല്ലാം കൂടെ പോയി അടിയിൽ കിടക്കും. അപ്പോൾ ഇതുപോലെ മൈദ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് അവിടെയായിട്ട് കിടന്നോളും. ഇത്രയൊന്നും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഉണക്കമുന്തിരി മാത്രം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഏതാണോ ഉള്ളത് അത് മാത്രം എടുത്താൽ മതി. ഏതെങ്കിലും ഒരു ഐറ്റം മതിയാവും. ഒരുപാട് ഐറ്റത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് വീട്ടിൽ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ച ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മൾ ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്ത് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ.
ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഈ സമയം ഞാൻ അടുപ്പത്ത് ഒരു വലിയൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി ഇതിലേക്ക് ഇറക്കി വെച്ച് ഒരു 45 to 50 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. പ്ലം കേക്കിന് അത്യാവശ്യം നല്ല ബേക്കിംഗ് ടൈം എടുക്കും. നിങ്ങളുടെ കയ്യിൽ ഓവനാണുള്ളതെങ്കിൽ 180 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് വെച്ചാൽ മതിയാകും. നല്ല അടിപൊളി പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റ് മോയിസ്റ്റ് നല്ല കേക്കായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു റെസിപ്പി ഇതേപോലെ തന്നെ ഫോളോ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.